ഇന്ന് നമ്മൾ സൂപ്പർപോസിഷൻ തിയറി എന്താണെന്നാണ് പറയുന്നത്. ആദ്യം ഞാൻ അതിന്റെ ഡെഫിനിഷൻ വായിക്കാം, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. Superposition theorem. In any linear bilateral resistive network having two or more voltage sources, the current through any branch is the algebraic sum of the current produced by each source acting alone at a time when all other sources are replaced by their internal resistance. ഒന്നും മനസ്സിലായിട്ടില്ല എന്ന് അറിയാം, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ എന്താണ് ലീനിയർ നെറ്റ്വർക്ക്. ഇൻ എനി ലീനിയർ നെറ്റ്വർക്ക്, ലീനിയർ ബൈലാറ്ററൽ റെസിസ്റ്റീവ്, മൂന്ന് വാക്കുകൾ കണ്ടില്ലേ? ഈ മൂന്നും കൂടെ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് സൂപ്പർപോസിഷൻ തിയറി അപ്ലൈ ചെയ്യുള്ളൂ. എന്തിനാണ് നമ്മൾ സൂപ്പർപോസിഷൻ തിയറി അപ്ലൈ ചെയ്യുന്നത്? വലിയ വലിയ നെറ്റ്വർക്കിലൊക്കെ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിലെ കറണ്ട് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് സൂപ്പർപോസിഷൻ, അതായത് നെറ്റ്വർക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബൈ ലീനിയർ നെറ്റ്വർക്ക് പറഞ്ഞാൽ നമ്മളിപ്പോൾ വോൾട്ടേജ് അപ്ലൈ ചെയ്തിട്ട് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ പ്രൊപ്പോർഷൻ ആയിട്ട് കറണ്ട് കൂടുകയാണെങ്കിൽ അതിനെ പറയുന്നതാണ് ലീനിയർ നെറ്റ്വർക്ക്. ബൈലാറ്ററൽ, ഇറസ്പെക്റ്റീവ് ഓഫ് കറണ്ടിന്റെ ഡയറക്ഷൻ, അതിന്റെ പ്രോപ്പർട്ടി സെയിം ആയിരുന്നു, അതിന് ബൈലാറ്ററൽ നെറ്റ്വർക്ക് എന്ന് പറയും. റെസിസ്റ്റീവ് നെറ്റ്വർക്ക് ആയിരിക്കണം, അതിലുള്ള ലോഡ് റെസിസ്റ്റീവ് നെറ്റ്വർക്ക് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു കണ്ടീഷൻ കൂടി ഉണ്ട്, ഒന്നിൽ കൂടുതൽ വോൾട്ടേജ് സോഴ്സ് വേണം. അങ്ങനെ ലീനിയർ ബൈലാറ്ററൽ റെസിസ്റ്റീവ് ആൻഡ് ഒന്നിൽ കൂടുതൽ വോൾട്ടേജ് സോഴ്സ് ഉള്ള ഒരു സർക്യൂട്ടിൽ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിലെ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സം ഓഫ് ദ കറണ്ട് ആയിരിക്കും. ഏതിന്റെ? ഒരു സോഴ്സ് കാരണം ഉണ്ടാവുന്ന കറണ്ട് മറ്റേ സോഴ്സൊക്കെ ഷോർട്ട് ചെയ്തിട്ട് അതിന് എല്ലാ സോഴ്സും ഒരു ചെറിയ ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ടാവും. അപ്പൊ എല്ലാ സോഴ്സും മാറ്റി ഇന്റേണൽ റെസിസ്റ്റൻസ് ആക്കി റീപ്ലേസ് ചെയ്യുക, ഒരു സോഴ്സ് മാത്രം വെക്കുക. എന്നിട്ട് ഉണ്ടാവുന്ന ഒരു പെർട്ടിക്കുലർ ബ്രാഞ്ചിൽ ഉണ്ടാവുന്ന കറണ്ട് പിന്നെ ഈ സോഴ്സ് മാറ്റിയിട്ട് അടുത്ത ഇതിനെ റീപ്ലേസ് ചെയ്തിട്ട് ഇന്റേണൽ റെസിസ്റ്റൻസ് മാത്രമാക്കുക, അതിന്റെ അടുത്ത സോഴ്സ് കൺസിഡർ ചെയ്യുക. അപ്പൊ ആ സോഴ്സ് കാരണം ആ പെർട്ടിക്കുലർ ബ്രാഞ്ചിൽ ഉണ്ടാവുന്ന കറണ്ട്, ആ രണ്ട് കറണ്ടും കൂടി എടുത്തിട്ട് ആഡ് ചെയ്യുന്നതായിരിക്കും ആ ബ്രാഞ്ചിലെ ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത്. ഇനി ഒന്നുകൂടി വായിക്കാം, അപ്പൊ കുറച്ചും കൂടി മനസ്സിലാവും. In any linear bilateral resistive network having two or more voltage sources, the current through any branch is the algebraic sum of the currents produced by each source acting alone at a time when all other sources are replaced by their internal resistance. നമ്മുടെ പ്രോബ്ലത്തിലേക്ക് നമുക്ക് പോവാം. ഇതൊരു 10 വോൾട്ട് 1 ഓം എന്ന് പറയുന്ന ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ്, അത് സോഴ്സിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ് 1 ഓം. ഇവിടെ 10 വോൾട്ട് ആണ് സപ്ലൈ. അതുപോലെ ഈ സൈഡിൽ -6 വോൾട്ട് 1 ആംപിയർ ആണ്, 1 ഓം ആണ് ഇന്റേണൽ റെസിസ്റ്റൻസ്. ഇതിൽ രണ്ട് റെസിസ്റ്റൻസ് ആണ് ഇതിലുള്ളത്, 2 ഓമിന്റെ റെസിസ്റ്റൻസ്, 1 ഓമിലുള്ള റെസിസ്റ്റൻസ്. നമ്മൾ ഈ 2 ഓമിലുള്ള റെസിസ്റ്റൻസിലൂടെ കറണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ആദ്യത്തെ ഒരു സ്റ്റെപ്പായിട്ട് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതേ സാധനത്തിന് റീപ്ലേസ് ചെയ്യാം. നമ്മളോട് എന്താ പറഞ്ഞത്, ഈ ബ്രാഞ്ചിൽ നടുവിലത്തെ ബ്രാഞ്ചിലെ കറണ്ട് കണ്ടുപിടിക്കാനാണ്, ഏതെങ്കിലും ഒരു സോഴ്സ് അറ്റ് എ ടൈം കൺസിഡർ ചെയ്യാനാണ്. മറ്റേതിന്റെ അപ്പൊ ഇന്റേണൽ റെസിസ്റ്റൻസ് മാത്രമായി കൺസിഡർ ചെയ്യാൻ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന പറയാം, ഇതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ വരച്ചു. ഇന്റേണൽ റെസിസ്റ്റൻസ് 10 വോൾട്ട് അവിടെ തന്നെ നിർത്തി, 1 ഓം അവിടെ സെപ്പറേറ്റ് ആയി വരച്ചു. ഇത് പിന്നെ ഇവിടെ 2 ഓമും 1 ഓമും അതേപോലെ തന്നെയാണ്. ഇവിടെയുള്ള 6 വോൾട്ടിനെ നമ്മൾ ഷോർട്ട് ചെയ്തിട്ട് ഇന്റേണൽ റെസിസ്റ്റൻസ് മാത്രമായിട്ട് റീപ്ലേസ് ചെയ്തു. കണ്ടോ, ഇവിടെ ഇപ്പൊ അതിനെ റീപ്ലേസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്താണ് 1 ഓം ഇന്റേണൽ റെസിസ്റ്റൻസ് മാത്രമാക്കി ഇവിടുത്തെ 1 ഓം സെപ്പറേറ്റ് ചെയ്ത് വരച്ചു. ആകെ അത്രേ ഉള്ളൂ. ഇനി കറണ്ട് മാർക്ക് ചെയ്തു. ഇത് കാരണം ഉണ്ടാവുന്ന കറണ്ട് I1 ആണ്. ഇവിടെ എത്തുമ്പോൾ കറണ്ട് രണ്ടായി സ്പ്ലിറ്റ് ചെയ്യണില്ലേ? അപ്പൊ ഈ ബ്രാഞ്ചിലൂടെയുള്ള കറണ്ട് I1 ഡാഷ് ആയിട്ട് ഞാൻ എടുത്തു. നമുക്കത് ഈ I1 കണ്ടുപിടിക്കണം, I1 ഡാഷും കണ്ടുപിടിക്കണം. അതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് സ്റ്റെപ്പ് ഇത് വരയ്ക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതിലുള്ള കറണ്ട് കണ്ടുപിടിക്കുക. ഈ രണ്ട് റെസിസ്റ്റൻസ് എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. പാരലൽ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, അതിന്റെ പ്രൊഡക്റ്റ് ഡിവൈഡ് ബൈ അതിന്റെ സം കാണണം. അതുപോലെ തന്നെ ഇത് രണ്ടും പാരലാണ്. ബാക്കി ഏതൊക്കെ റെസിസ്റ്റൻസ് ആണ് ഉള്ളത്? ഇത് രണ്ടും പാരലൽ ആയി കഴിഞ്ഞാൽ ഇപ്പോൾ റെസിസ്റ്റൻസ് മാത്രം എടുക്കുക. ഇത് 1 ഓം, ഇത് 2 ഓം, ഇത് 1 ഓം, പിന്നെ ഇവിടെ ഒരു 1 ഓമും കൂടി ഉണ്ട്. ഈ 1ഉം 2ഉം പാരലലാണ്. അതുപോലെ തന്നെ ഇപ്പൊ പാരലായി ഇത് കണ്ടുപിടിച്ച് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇത് ഇതിനോട് എന്തായിരിക്കും? സീരീസ് ആണ്. ഇതും സീരീസ് ആണ്. അപ്പൊ ഇത് മൂന്നും സീരീസ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഇത് രണ്ട് പാരലായി കഴിഞ്ഞാൽ ഇതാണ് +1, അതായത് ഈ 1 ഓം റെസിസ്റ്റൻസ് +1 ഓം റെസിസ്റ്റൻസ്, ഇതായിരിക്കും ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ TR എന്ന് എഴുതാം. ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ 2 1 പാരലൽ, അതിന് സീരീസ് വിത്ത് 1 ഓം. 0.667 ആണ് ഇത് വരിക. ഈ 2 പാരലായിട്ട് 2ഉം 1ഉം പാരലായി വയ്ക്കുമ്പോൾ വരിക. പ്ലസ് എത്രയാണ്? ഇത് രണ്ടും കൂടെ 2. ടോട്ടൽ എത്രയാണ്? 2.667 ആണ് വരിക.
എന്താ വെച്ചാൽ ഇപ്പൊ നമുക്ക് ടോട്ടൽ റെസിസ്റ്റൻസ് ആണ് കിട്ടി. എന്താണ് ടോട്ടൽ റെസിസ്റ്റൻസ് എത്ര ഓം ആണ്? 2.67. അപ്പോൾ ഇതിനെ എങ്ങനെ റീപ്ലേസ് ചെയ്തു ഞാൻ വരച്ചു നോക്കാം കേട്ടോ. ഈ സൈഡിലായിട്ട് തന്നെ വരച്ചു നോക്കാം. 10 വോൾട്ട് ആണ് അപ്ലൈ ചെയ്യുന്നത്. ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയാണ്? 2.667. കാരണം ബാക്കി എല്ലാത്തിനും നമ്മൾ എന്ത് ചെയ്തു? ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചു. അപ്പോൾ ഇതിലെ കറണ്ട് എങ്ങനെയായിരിക്കും? I1 എന്ന് പറഞ്ഞാൽ ഇതിലെ കറണ്ട് നമ്മൾ I1 ആണ് ഓൾറെഡി എഴുതിയിട്ടുണ്ട്. 10 വോൾട്ട് ഡിവൈഡ് ബൈ 2.667. അത് എത്രയായിരിക്കും? 3.75. എന്താണ് യൂണിറ്റ്? കറണ്ട് ആയതുകൊണ്ട് തന്നെ ആംപിയർ ആണ് യൂണിറ്റ്. അതായത് നമുക്കിപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചു. എല്ലാത്തിനും ഇന്റേണൽ റെസിസ്റ്റൻസ് വെച്ച് എക്സ്ട്രാ പുറത്ത് പുറത്ത് എടുത്തു ഇന്റേണൽ റെസിസ്റ്റൻസിനെ. ഇവിടുത്തെ അടുത്ത സോഴ്സ് ഷോർട്ട് ചെയ്തു. എന്നിട്ട് എല്ലാത്തിൻ്റെയും പാരലൽ റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചു. ഈ പാരലൽ റെസിസ്റ്റൻസ് പ്ലസ് അതിന് സീരീസ് ആയിട്ടുള്ള റെസിസ്റ്റൻസ്. അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് കിട്ടി. അത് വെച്ച് കഴിഞ്ഞപ്പോൾ ടോട്ടൽ കറണ്ട് കിട്ടി. ഇനി എന്താ വേണ്ടത്? ഈ I1 ഡാഷ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മളിപ്പോൾ എന്താ കണ്ടുപിടിച്ചത്? ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചു, ടോട്ടൽ കറണ്ട് കണ്ടുപിടിച്ചു. ഈ ബ്രാഞ്ചിൽ കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇങ്ങനെയാണ്. ഇവിടെ ടോട്ടൽ കറണ്ട് അറിയാലോ. ടോട്ടൽ കറണ്ട് I1 ആണ് അല്ലെ? I1 ഡാഷ് ആണ് കണ്ടുപിടിക്കുന്നത്. I1 ഡാഷ് എന്ന് പറഞ്ഞാൽ ഈ ബ്രാഞ്ചിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ടാണ് I1 ഡാഷ്. അപ്പോൾ അതിലേക്ക് ടോട്ടലി വരുന്ന കറണ്ട് I1 ആണ്. I1 ഇവിടെ എത്തി സ്പ്ലിറ്റ് ചെയ്തിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ ബ്രാഞ്ചിൽ പോകുന്ന കറണ്ട് എത്രയാണെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ ആ ബ്രാഞ്ചിലുള്ള റെസിസ്റ്റൻസ് എഴുതാം. എത്രയാണ്? അത് മുകളിൽ എഴുതാം. 1 ഡിവൈഡ് ബൈ ഈ രണ്ടിൻ്റെ സം 2 + 1. അതായിരിക്കും നമ്മുടെ ഇവിടെ I1 ഡാഷ് എന്ന് പറയുന്നത്. അതായത് 3.75 ഇൻറ്റു 1/1. 2 + 1 എന്ന് പറഞ്ഞാൽ 3. 1.25 ആയിരിക്കും ഈ ബ്രാഞ്ചിൽ കൂടുതലുള്ള കറണ്ട്. ഒന്നുകൂടി പറയാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബ്രാഞ്ചിൽ ടോട്ടൽ കറണ്ട് അറിയാം 3.75. 3.75 ടോട്ടൽ കറണ്ട് ഇൻറ്റു ഏത് ബ്രാഞ്ചിൽ ഇപ്പോൾ രണ്ടായി സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ ഏത് ബ്രാഞ്ചിലെ കറണ്ട് ആണോ കണ്ടുപിടിക്കേണ്ടത് ആ ബ്രാഞ്ചിന്റെ ഓപ്പോസിറ്റ് ഉള്ള ബ്രാഞ്ച് ആ റെസിസ്റ്റൻസ്. ഇപ്പോൾ ഈ ബ്രാഞ്ചിലെ കറണ്ട് കണ്ടുപിടിക്കുക. അപ്പോൾ ഓപ്പോസിറ്റ് റെസിസ്റ്റൻസ് മുകളിലേക്ക് ഇടുക. അതാണ് 1. താഴെ അത് രണ്ടിൻ്റെയും സമ്മ്. അപ്പോൾ നമുക്ക് ഈ ബ്രാഞ്ചിലെ കറണ്ടാണ് കിട്ടുക 1.25 ആംപിയർ. നമ്മൾ സ്റ്റെപ്പ് 2 ആയിട്ട് എടുക്കണം. സ്റ്റെപ്പ് 2 എന്താ പറയുക? നമ്മൾ മറ്റ് 2 സോഴ്സ് ഉണ്ടെങ്കിലാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ 1 എന്താ ചെയ്തത്? ഒരു സോഴ്സ് വെച്ച് കൺസിഡർ ചെയ്തിട്ടാണ് ചെയ്തത്. ഇപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ 6 വോൾട്ട് ആണ് കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ 10 വോൾട്ട് ഉണ്ടായത് നമ്മൾ ഷോർട്ട് ചെയ്തു. മാത്രമല്ല അവിടെ ഇന്റേണൽ റെസിസ്റ്റൻസ് പക്ഷെ നമ്മൾ അവിടെ തന്നെ നിലനിർത്തി. ഇവിടെ 10 വോൾട്ട് 1 ആംപിയർ അല്ലേ? ആ 1 ആംപിയർ അവിടെ നിലനിർത്തി. ഇവിടുത്തെ ഇന്റേണൽ റെസിസ്റ്റൻസ് പുറത്തെടുത്ത് എഴുതി 1 ആംപിയർ. സ്റ്റെപ്പ് 2 സ്റ്റെപ്പ് 1 സെയിം തന്നെയാണ്. ആകെ എന്താ വെച്ചാൽ ആദ്യത്തേൽ ഫസ്റ്റത്തെ സോഴ്സ് കണ്ടുപിടിക്കുക, കൺസിഡർ ചെയ്യുക. സെക്കൻഡ് സോഴ്സ് ഷോർട്ട് ചെയ്യുക, ഇന്റേണൽ റെസിസ്റ്റൻസ് മാത്രം അവിടെ വെച്ചിട്ട്. സിമിലർലി സെക്കൻഡ് കേസിൽ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ആദ്യം എടുത്ത വോൾട്ടേജ് സോഴ്സ് ഷോർട്ട് ചെയ്തിട്ട് അവിടെ ഇന്റേണൽ റെസിസ്റ്റൻസ് മാത്രം വയ്ക്കുക. സെക്കൻഡ് സൈഡിലെ വോൾട്ടേജും ഇന്റേണൽ റെസിസ്റ്റൻസും കൺസിഡർ ചെയ്ത് ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്ക് ടോട്ടലി ഈ I2 കണ്ടുപിടിക്കണം. അതുപോലെ I2 ഡാഷ് കണ്ടുപിടിക്കണം. I2 കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ആദ്യം ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഈ 1 ഓമും 1 ഓമും എങ്ങനെയാണ്? R ടോട്ടൽ ആണ് കണ്ടുപിടിക്കുന്നത്. 1 ഓമും 1 ഓമും എങ്ങനെയാണ്? സീരീസ് ആണ്. അപ്പൊ എത്രയാണ് അത് വരിക? 2 എങ്ങനെയാണ് ഇതിനോട്? ഈ 2 ഓമിനോട് പാരലൽ അല്ലേ? ഇത് ആഡ് ചെയ്താൽ ഇവിടെ 2 ആയി, ഇത് പോയി എന്ന് വയ്ക്കുക. ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ രണ്ട് പാരലൽ ആകുമ്പോൾ എങ്ങനെയാ വരിക? ഇവിടെ ഓൾറെഡി 2 ആയി, ഇവിടെ 2 പാരലൽ ആണെങ്കിൽ മുകളിൽ ആ രണ്ട് വാല്യൂസ് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ബൈ ഈ റെസിസ്റ്റൻസ് R1 ഇൻറ്റു R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2 ആണ്. അപ്പോൾ R1 R2 സെയിം തന്നെയാണ്. അപ്പോൾ 2 ഇൻറ്റു 2 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 2 പ്ലസ് 2. ഇനി ഇവിടെ ഒരു റെസിസ്റ്റൻസും കൂടി ഉണ്ട് അല്ലേ? അതെന്താണ്? സീരീസ് ആണ് അല്ലേ? ഇത് എത്ര വരിക? 2 ഇൻറ്റു 2 ഡിവൈഡ് ബൈ 2 പ്ലസ് 2 പറഞ്ഞാൽ 1 തന്നെയാണ് വരിക. അപ്പോൾ 1 പ്ലസ് 1 2 വരും. 2 എന്താണ്? ഓം ആണ്. എന്താണ്? റെസിസ്റ്റൻസ് ആണ്. 2 ഓം ആണ് ടോട്ടൽ റെസിസ്റ്റൻസ് എങ്കിൽ ഇവിടെ ആകെ എത്ര വോൾട്ടാണ് ഉള്ളത്? 6 വോൾട്ട്. അപ്പോൾ ഈ I2 എത്രയായിരിക്കും? I2 പറഞ്ഞാൽ 6 ഡിവൈഡ് ബൈ 2 ആയിരിക്കും. 3 ആംപിയർ ആയിരിക്കും കറണ്ട്. ഇതിപ്പോൾ എങ്ങനെ ഞാൻ ഒന്ന് സൈഡിൽ വരയ്ക്കാം. ഇപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസിനെ റീപ്ലേസ് ചെയ്ത് നമ്മൾ 6 വോൾട്ട് 2 ഓം ആക്കി. അപ്പോൾ ഇതിലെ കറണ്ട് എന്ന് പറഞ്ഞാൽ I2 പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഈ 6 ഡിവൈഡ് ബൈ 2 എത്രയാണ്? 3 കിട്ടി. അങ്ങനെയാണ് 3 ഓം നമുക്ക് എഴുതാൻ സാധിച്ചത്. ഇനി 3 ഓം എന്ന് പറഞ്ഞാൽ ഈ കറണ്ടാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? I2 ഡാഷ് ആണ്. I2 ഡാഷ് കണ്ടുപിടിക്കാൻ ഞാൻ നേരത്തെ എന്താ പറഞ്ഞത്? കറണ്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ടോട്ടൽ കറണ്ട് ഏതാണ്? I2 പറഞ്ഞാൽ എത്രയാണ്? 3 ആംപിയർ അല്ലേ? 3 ആംപിയർ അല്ല I2 എന്ന് പറഞ്ഞാൽ. I2 ഇൻറ്റു എങ്ങനെയാണ്?
ഓപ്പോസിറ്റ് ബ്രാഞ്ചിലെ റെസിസ്റ്റൻസ്. ഓപ്പോസിറ്റ് ബ്രാഞ്ച് പറഞ്ഞാൽ ഇത് രണ്ടും ഉണ്ട് കേട്ടോ. കാരണം ഇവിടെ ഒരു റെസിസ്റ്റൻസ്, ഇവിടെ ഒരു റെസിസ്റ്റൻസ്, അങ്ങനെ കണക്കാക്കാൻ പറ്റുള്ളൂ. രണ്ട് റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ രണ്ടും കൂടെ ആഡ് ചെയ്ത് 2 ആംപിയർ ആണ് ഇവിടെ പാരലായി കിടക്കുന്നത്. അപ്പോൾ ഈ റെസിസ്റ്റൻസ് ആണ് മുകളിൽ എഴുതുന്നത്. ഡിവൈഡ് ബൈ എന്തായുണ്ട്, ഈ റെസിസ്റ്റൻസ് പ്ലസ് നമ്മൾ കണ്ടുപിടിക്കേണ്ട ബ്രാഞ്ചിലെ റെസിസ്റ്റൻസ്. എത്ര വരിക? 2/4, 1/2, 3 ഡിവൈഡ് ബൈ 2, 1.5 ആംപിയർ ആണ് നമുക്ക് കിട്ടുക. ഇപ്പൊ നമ്മൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സോഴ്സും സെപ്പറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്തു. അതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് മാത്രം വെച്ചു ഒന്നിന്റെ, എന്നിട്ട് ഒരു സോഴ്സ് മാത്രം കൺസിഡർ ചെയ്തു. പിന്നെ അടുത്ത സോഴ്സ് മാത്രം കൺസിഡർ ചെയ്തു, അതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ്, മറ്റേന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് മാത്രം കൺസിഡർ ചെയ്തു. അങ്ങനെ നമ്മൾ രണ്ട് ടൈപ്പ് കറണ്ട് കണ്ടുപിടിച്ചു. അപ്പോൾ ഇതിലൂടെ ഈ ബ്രാഞ്ചിൽ ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്ന കറണ്ട്, ഇത് കാരണം ഉണ്ടാകുന്ന കറണ്ട് എത്രയാണ് കണ്ടുപിടിച്ചു? 1.25 ആംപിയർ. ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന കറണ്ട് 1.5 ആംപിയർ. നമുക്ക് ടോട്ടൽ കറണ്ട് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ടോട്ടൽ കറണ്ട് പറഞ്ഞാൽ സ്റ്റെപ്പ് 3 IBA എന്ന് എഴുതുകയാണ് ഞാൻ. IBA എന്ന് എഴുതാൻ കാരണം ഈ പോയിന്റ് ഞാൻ B എന്നും ഈ പോയിന്റിന് A എന്നും പേര് കൊടുത്തു. അപ്പോൾ B to A ഒക്കെ പോണ കറണ്ട് എനിക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്ന കറണ്ട് എങ്ങനെയാണ്? ബിനെ ഓപ്പോസിറ്റ് അല്ലേ? ഇവിടുന്ന് അങ്ങോട്ട് പോണ കറണ്ട് ഏതാണ്? 1.5 ആംപിയർ. 1.5 ആംപിയർ. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന കറണ്ട് എത്രയാണ്? ഇത് കാരണം ഉണ്ടാകുന്നത് 1.25. ഈ 1.25 ഞാൻ മൈനസ് ആയിട്ട് എടുക്കണം. എന്താ കാര്യം? B to A എടുക്കുമ്പോൾ അവിടുന്ന് ഇങ്ങോട്ടാണ് വരുന്നത്, ഇത് ഇവിടുന്ന് അങ്ങോട്ടാണ് പോകുന്നത്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരുന്നു. അപ്പോൾ 1.5 മൈനസ് 1.25 എന്ന് പറഞ്ഞാൽ 0.25 ആംപിയർ. ഞാൻ ഒന്നുകൂടി പറയാം, ഇതാണ് നമ്മൾ സൂപ്പർപോസിഷൻ തിയറം നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ടോട്ടൽ കറണ്ട് ആണ്. നമ്മുടെ ചോദ്യം എങ്ങനെയാണ്? ഒന്നിൽ കൂടുതൽ സോഴ്സ് ഉണ്ട്, ലീനിയർ നെറ്റ്വർക്ക് ആണ്, ബൈലാറ്ററൽ നെറ്റ്വർക്ക് ആണ്, മോർ ദാൻ 1 സോഴ്സ് ഉണ്ട്. അങ്ങനപ്പോൾ നമുക്ക് സൂപ്പർപോസിഷൻ തിയറം അപ്ലൈ ചെയ്യാന്ന് മനസ്സിലായി. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ 6 വോൾട്ടിനെ റീപ്ലേസ് ചെയ്തു ഇന്റേണൽ റെസിസ്റ്റൻസ് മാത്രം വെച്ചിട്ട്. അതുപോലെ 10 വോൾട്ടിന്റെ 1 ആംപിയർ എന്നുള്ള ഇന്റേണൽ റെസിസ്റ്റൻസ് പുറത്തേക്ക് എടുത്തു. I1 ആണ് ഇതിലൂടെ കറണ്ട്, ഈ ബ്രാഞ്ചിലെ കറണ്ട് ആണ് കണ്ടുപിടിക്കുന്നത്. അത് I1 ഡാഷ് എന്ന് പേര് കൊടുത്തു. ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഇത് രണ്ട് പാരലാണ്. 1 × 2 ഡിവൈഡ് ബൈ 2 പ്ലസ് 1 പ്ലസ് എന്താണ്? ഇതൊരു റെസിസ്റ്റൻസ് ആണ്, ഇതൊരു റെസിസ്റ്റൻസ് ആണ്. ഇതൊക്കെ സീരീസ് ആണ്. സീരീസ് ആയപ്പോൾ ഇതെല്ലാം ആഡ് ചെയ്ത് 2.667 കിട്ടി. ടോട്ടൽ കറണ്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ വോൾട്ടേജ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് ആണ്. 10 ഡിവൈഡ് ബൈ 2.667, 3.75 ആംപിയർ. ഈ I1 ഡാഷിലെ കറണ്ട് കണ്ടുപിടിക്കണം. I1 നമുക്കറിയാം, വോൾട്ടേജ് നമുക്കറിയാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്ത് I1 എത്ര? 3.75 ഇൻറ്റു ഓപ്പോസിറ്റ് ബ്രാഞ്ചിലെ റെസിസ്റ്റൻസ്. ഇതാണ് ഓപ്പോസിറ്റ് ബ്രാഞ്ച്. ഇത് ഈ ബ്രാഞ്ചിലെ കറണ്ട് കണ്ടുപിടിക്കണം. 1 ഇൻറ്റു 1 ഡിവൈഡ് ബൈ 2 പ്ലസ് 1. ടോട്ടൽ കറണ്ട് നമുക്ക് കിട്ടി. ആ കറണ്ട് കിട്ടിയത് എഴുതി വെച്ചു. അതുപോലെ തന്നെയാണ് സ്റ്റെപ്പ് 2ൽ 6 വോൾട്ട് കൺസിഡർ ചെയ്തു, 10 വോൾട്ട് ഷോർട്ട് ചെയ്തു, അവിടുത്തെ ഇന്റേണൽ റെസിസ്റ്റൻസ് മാത്രം കൺസിഡർ ചെയ്തു. അപ്പോൾ ഈ കറണ്ടിന്റെ ഡയറക്ഷൻ ഇവിടെയാണ്. ഈ ബാറ്ററിയുടെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയതുകൊണ്ടാണ്. ഇവിടെ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ് ആണ്. ഒബ്വിയസ്ലി കറണ്ട് I2 ഇങ്ങനെയാണ്, I2 ഡാഷ് ഇങ്ങനെയാണ്. ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കും. ഇത് രണ്ടും സീരീസ് ആണ്, അതുകൊണ്ട് തന്നെ ആഡ് ചെയ്ത് 2 എഴുതി. 2 എഴുതിയപ്പോൾ ഇത് 2ഉം ഈ 2ഉം പാരലലാണ്. 2 × 2 ഡിവൈഡ് ബൈ 2 പ്ലസ് 2 പ്ലസ് ഈ റെസിസ്റ്റൻസ് സീരീസ് ആണ്, അതുകൊണ്ട് 1 ആഡ് ചെയ്തു. ഇത് ചെയ്യുമ്പോൾ കിട്ടുന്നത് 1 ആണ്, പ്ലസ് 1 2 ഓം കിട്ടി. അപ്പോൾ ടോട്ടൽ കറണ്ട് 6 വോൾട്ട് ഡിവൈഡ് ബൈ 2 ഓം കിട്ടും, 3 ആംപിയർ. ഈ ടോട്ടൽ കറണ്ട് ഉണ്ടെങ്കിൽ ഇതാണ് 2 ആംപിയർ. അപ്പോൾ ഓപ്പോസിറ്റ് ബ്രാഞ്ചിലെ ഇൻറ്റു 2 ആംപിയർ ഇൻറ്റു ഓപ്പോസിറ്റ് ബ്രാഞ്ചിലെ റെസിസ്റ്റൻസ് എത്രയാണ്? 1 + 1 2 ഡിവൈഡ് ബൈ 2 + 2 3/2 1.5 ആംപിയർ. ഈ ടോട്ടൽ കറണ്ട് കണ്ടുപിടിക്കണം. അതിന് BA എന്ന് പേര് കൊടുത്തു. IBA ആണ് കണ്ടുപിടിക്കുന്നത്. 1.5 ഈ ഡയറക്ഷനിലേക്കാണ്, B to A തന്നെയാണ്. അപ്പോൾ പോസിറ്റീവ് ആയിട്ട് എടുത്തു. പിന്നെ ഈ കറണ്ട് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്, അതുകൊണ്ട് 1.25 ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? സൂപ്പർപോസിഷൻ തിയറത്തിൽ നമുക്ക് വേണ്ട ബ്രാഞ്ചിൽ കറണ്ട് കണ്ടുപിടിക്കുക.